2004 ഡിസംബർ 26 ലോകം ഒരിക്കലും മറക്കാത്ത ഒരു ദിനം. ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ഭീകര സുനാമി അനേകം രാജ്യങ്ങളിലെ പതിനായിരങ്ങളുടെ ജീവനെടുത്തു. തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. പക്ഷെ ആ തീരങ്ങളിലുള്ള ഒരു സ്ഥലം മാത്രം ഇതിൽ നിന്ന് ഒഴിവായി നിന്നു. തിരുച്ചെന്തൂർ മുരുകസ്വാമി ക്ഷേത്രം. കടൽ തീരത്ത് നിന്ന് 50 മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിൽ കടൽ നിരപ്പിനേക്കാളും താഴ്ന്നാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയിരിക്കെ സുനാമി പോലെ ഭീകരമായ തിരമാലകൾ ഈ ക്ഷേത്രത്തെ ഒഴിവാക്കിയത് എങ്ങനെയെന്നത് ഇന്നും ശാസ്ത്രലോകത്തിന് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ലാത്ത ചോദ്യമാണ്. തൂത്തുക്കുടി ജില്ലയിൽപ്പെട്ട തിരുച്ചെന്തൂർ തീരത്ത് വളരെയധികം നാശനഷ്ടങ്ങൾ സുനാമി വിതച്ചപ്പോൾ ക്ഷേത്രത്തിനെ സ്പർശിക്കാൻ പോലും ഭീമൻ തിരമാലകൾക്ക് കഴിഞ്ഞില്ല എന്നാണ് ആ സമയം ക്ഷേത്രത്തിലും സമീപത്തുമായി ഉണ്ടായിരുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നത്. ക്ഷേത്രത്തിന് സമീപത്തേക്ക് ആർത്തി ഇരമ്പി എത്തിയ തിരമാലകൾ ഇരുവശത്തേക്കും വഴിമാറിപ്പോകുന്ന അത്ഭുത കാഴ്ചയാണ് ക്ഷേത്രത്തിലുണ്ടായിരുന്നവർക്ക് കാണുവാൻ കഴിഞ്ഞത്. ഈ സമയത്ത് ക്ഷേത്രത്തിൽ തെളിയിച്ചിരുന്ന ദീപങ്ങൾ പോലും അണഞ്ഞിരുന്നില്ല എന്ന് ഭക്തർ പറയുന്നു. ഇതെല്ലാം ശെന്തിലാണ്ടവനായി തിരുച്ചെന്തൂരിൽ വാഴുന്ന മുരുകഭഗവാന്റെ ശക്തിയെ സൂചിപ്പിക്കുന്നതായി ഓരോ ഭക്തനും വിശ്വസിക്കുമ്പോൾ, ഇന്നത്തെ പോലെ ക്ഷേത്രത്തിന്റെ സമീപത്ത് കടൽക്കരയിൽ വലിയ തിരമാലകളെ പ്രതിരോധിക്കുന്നതിനായി നിർമ്മിച്ച കൽക്കെട്ടുകൾ ഇല്ലാതിരുന്ന ആ കാലത്ത് സുനാമി പോലെ ഭീകരമായ പ്രകൃതി ദുരന്തത്തിനിടയിലും തിരുച്ചെന്തൂർ ക്ഷേത്രം ഒരു തിര പോലും ഏൽക്കാതെ നിന്നത് ഒരു അത്ഭുതമായി തന്നെ ലോകം ഇന്നും കാണുന്നു.